മമ്മൂട്ടി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടേ ലാൽ സാറിലേക്ക് വരുള്ളൂ. അതിനൊറ്റ കാരണമേ ഉള്ളൂ. ലാലേട്ടനോട് അടുപ്പം വരുന്നത് വാസ്തവത്തിൽ ലാലേട്ടൻ്റെ അമ്മയുമായിട്ടാണ് എനിക്ക് ആദ്യത്തെ അടുപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണക്കാരൻ ഞാൻ ബാബു ചേട്ടൻ എന്ന് വിളിക്കുന്ന തുടങ്ങാൻ ലേറ്റായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അമ്മ വിളിക്കുന്നു, മോനെ അച്ഛൻ വീണു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടുത്തെ ഇറങ്ങി അങ്ങ് ഓടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഒരിക്കലും ഒരു നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളല്ല. അദ്ദേഹം മർച്ചൻ്റ് ഷിപ്പിലായിരുന്നു, അത് മർച്ചൻ്റ് നേവിയിലായിരുന്നു. അതിനൊക്കെ മിടുക്കലായിരിക്കാം. പക്ഷേ കേരളത്തിൽ ആദ്യത്തെ ഐപാഡ് മമ്മൂട്ടി സാറിനും രണ്ടാമത്തെ എനിക്കാണ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രശസ്തമായ ചാർട്ടേഡ് അക്കൗണ്ടുകളിൽ ഒരാളാണ് ഇന്നത്തെ അതിഥി. 35 വർഷമായിട്ട് ഈ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കുമാർ ആൻഡ് ബിജു അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. ഇതിനെല്ലാം ഉപരി മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ അങ്ങനെ 37ഓളം സിനിമാ താരങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടൻ്റ് കൂടിയാണ്. ഒരു വിശേഷണം പറഞ്ഞാൽ താരങ്ങളുടെ കണക്കുപിള്ള എന്നൊരു നല്ലൊരു പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ച് നടത്താം. MP സനൽകുമാർ, സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടിങ് രംഗത്തുള്ള ആളുകൾക്കൊക്കെ സനൽകുമാറിനെ നന്നായിട്ട് അറിയാം. പക്ഷേ സാധാരണ ആളുകൾക്ക് അവർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ സുഹൃത്ത് എന്ന നിലയിലാണ്. മോഹൻലാലുമായുള്ള സൗഹൃദം എപ്പം തുടങ്ങുന്നതാണ്? സൗഹൃദം തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയൊരു വേറൊരു പാരഗ്രാഫ് പറയുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം എന്നും മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നന്മയും ദൈവീകമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എപ്പോഴും മമ്മൂട്ടി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടേ ലാൽ സാറിലേക്ക് വരുള്ളൂ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് എൻ്റെ മനസ്സങ്ങനെ ആയതുകൊണ്ടാണ്. എത്ര സൗഹൃദം ലാലേട്ടനായിട്ടുണ്ടായാലും ഞാൻ ആദ്യം ഓഡിറ്ററായത് അല്ലെങ്കിൽ എന്നെ ആദ്യം ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് മമ്മൂട്ടി സാറാണ്. ചെന്നൈയിൽ നിന്ന് മലയാളം ഇൻഡസ്ട്രി കേരളത്തിലേക്ക് മാറുന്നൊരു കാലം. ചെന്നൈയിൽ നിന്ന് 4 സംസ്ഥാനങ്ങളിലേക്കും മാറി. തമിഴ്നാട് അവിടെ റീറ്റെയിൻ ചെയ്തു, കർണാടക മാറി, തെലുങ്ക് മാറി, കേരളം മാറിയ കൂട്ടത്തിൽ കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഇവരൊക്കെ താമസം ചെന്നൈയിലായിരുന്നു. അന്ന് അവരുടെയൊക്കെ ഓഡിറ്റർ ഒരാളായിരുന്നു, എല്ലാവരും സുഖുവേട്ടൻ എന്ന് വിളിച്ചിരുന്ന ഒരു സുകുമാർ സാർ. അദ്ദേഹത്തോട് മമ്മൂട്ടി സാർ പറഞ്ഞു, ഇനി ഉള്ള കാലം കമ്പ്യൂട്ടറൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, കമ്പ്യൂട്ടറിലൊക്കെ പ്രൊഫഷൻസി ഉള്ള ആരെങ്കിലും ആകണം. അപ്പോൾ അവർക്കാർക്കും അന്നത്തെ ഓഡിറ്റേഴ്സ് അന്നുകൊണ്ട് കമ്പ്യൂട്ടറൊന്നും ഇല്ല, അവിടെയുമില്ല ഇവിടെയുമില്ല. അവിടെയില്ലേ പിന്നെ ഇവിടെ ഉണ്ട് എന്ന ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് മമ്മൂട്ടി സാർ ആദ്യം എഴുത്താണ് അയക്കുന്നത്, മൊബൈൽ ഫോണില്ല. യു ആർ അപ്പോയിൻറ്റഡ് ആസ് മൈ ഓഡിറ്റർ എന്നൊക്കെ പറഞ്ഞ് PA മുഹമ്മദ് കുട്ടി എന്നൊക്കെ വെച്ചിട്ടാണ് എഴുത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്നതിന് പകരം 35 വർഷത്തെ കഥയല്ലേ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തത്. കമ്പ്യൂട്ടർ യുഗമൊന്നും തുടങ്ങിയിട്ടില്ല. കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റിലെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് വിൻഡോസ് എന്നൊരു സംഭവം കൊണ്ടുവരണമെന്ന് പോലും ആലോചിക്കാത്ത കാലത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് DOS ആണ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, MS-DOS ആണ്. ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചു തിരുവനന്തപുരത്തെ 2ാമത്തെ ആളും കേരളത്തിലെ 4ാമത്തെ ആളും. ഞാൻ ഈ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് മമ്മൂട്ടി സാറിന് അറിയില്ലായിരുന്നു. ഇത് അദ്ദേഹം കണ്ടാൽ മനസ്സിലാവും, ഞാൻ അന്ന് ടൈപ്പിങ്ങിനാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ ഉള്ള ഒരാൾ, യങ്സ്റ്റർ ഞാൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇമ്പ്രഷൻ മാർക്കറ്റിൽ സനൽകുമാറിന് അങ്ങനെ കമ്പ്യൂട്ടറുണ്ട്, വലിയ പൈസ കൊടുത്തിട്ട് ഇന്ന് 15,000 കിട്ടുന്നതെന്ന് 85,000 കൊടുത്തിട്ടാണ് വാങ്ങുന്നത് വിപ്രോയുടെ കമ്പ്യൂട്ടർ. അങ്ങനെ കമ്പ്യൂട്ടർ ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് യങ്സ്റ്റർ എന്നുള്ളൊരു ആവശ്യമില്ലാത്ത ലേബൽ എനിക്ക് കിട്ടി. അതൊരു ദൈവം തന്നതായിരിക്കാം, അത് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ആൾ തിരുവനന്തപുരത്തുണ്ടെന്നും അങ്ങനെ തന്നെ ഈ സുഖുവേട്ടൻ കാണുകയും പിന്നെ സുഖുവേട്ടൻ്റെ ഏട്ടാന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദരനായി മാറുകയും ചെയ്തു. അങ്ങനെ മമ്മൂട്ടി സാറിൻ്റെ ഓഡിറ്റർ ആയതിനു ശേഷം ഓഫ് കോഴ്സ് മമ്മൂട്ടി സാറിൻ്റെ ഫാമിലി, ഇപ്പം നേരത്തെ പറഞ്ഞ 37 പേരിൽ ദുൽഖർ സൽമാൻ ഉൾപ്പെടെ ഉണ്ട്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ലാലേട്ടൻ്റെ ഓഡിറ്റർ ആവുന്നത്. Happy peanut butter, a healthy source of protein. നമുക്ക് തുടങ്ങിയ സ്ഥിതിക്ക് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കാണാൻ പോകുന്ന നിമിഷത്തെ ഓർമ്മയുണ്ടോ?
അപ്പോൾ അദ്ദേഹത്തെ കാണാനൊന്നും പോയില്ല. എഴുത്ത് വന്നു, യു ആർ അപ്പോയിൻറ്റഡ്. സുഖഘട്ടനുമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പോയി. അദ്ദേഹത്തെ ആദ്യം കാണാൻ പോകുന്നത് ഞാൻ ഏതോ ഒരു കല്യാണത്തിന്, ബിബി മേനോൻ സാറിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണമാണെന്ന് എൻ്റെ വിശ്വാസം, എനിക്ക് നല്ല ഓർമ്മയില്ല അതിങ്ങനെ. അതിനു വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ അവിടെ ചാരി നിൽക്കുന്നത്. ഞാൻ ചെന്ന് ഞാനാണ് സനൽകുമാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് വെറുതെ പറഞ്ഞായിരിക്കണം, എനിക്കറിയില്ല, എന്തായാലും എനിക്കറിയാമല്ലോ, നമ്മുടെ ഓഡിറ്ററല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് പിടിച്ച് തോളിൽ കൈയിട്ട് നിന്ന് പ്രധാന സംസാരിക്കുന്ന ഒരു വിഷ്വൽസ് ഇന്നും എൻ്റെ മനസ്സിൽ ഫ്രഷായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോഴും എൻ്റെ മൊബൈലിനകത്ത് മമ്മൂക്ക എന്നെഴുതി കാണിക്കുമ്പോൾ എനിക്ക് അന്നുണ്ടായ അതേ വികാരം, അതേ സ്നേഹം, അതേ ബഹുമാനം ഈ നിമിഷവുമുണ്ട്. ഇന്നലെയും അദ്ദേഹം എന്നെ വിളിച്ച് 25 മിനിറ്റെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അദ്ദേഹം അറിയാമല്ലോ, ചെന്നൈയിലാണ്. അപ്പോൾ 25 മിനിറ്റോളം സംസാരിക്കുകയും ഒരു പരാതിയിലാണ് തുടങ്ങിയത്. ലണ്ടനിൽ നിന്ന് വന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, എന്നിട്ട് എന്താ വിളിക്കാതെ. അപ്പം ആ സ്നേഹമാണ് എനിക്ക് മമ്മൂട്ടി സാറിനോടുള്ളത്. അന്നത്തെ കാലത്ത് തന്നെയും ഈ ടെക്നോളജിയോടൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു എന്നുള്ളത് വർഷം മുമ്പേ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾ എൻ്റെ ഓഡിറ്ററായിട്ട് വരണം, എത്ര ദീർഘവീക്ഷണമാണെന്ന് നോക്കിയുള്ളൂ അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ അദ്ദേഹം എല്ലാ കാലത്തും അപ്ഡേറ്റ്സ് ആണെന്ന്? എന്ന് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഐപാഡ് യൂസ് ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ഐപാഡ് എനിക്ക് മമ്മൂട്ടി സാറാണ് വാങ്ങിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഐപാഡ് മമ്മൂട്ടി സാറിനും രണ്ടാമത്തെ എനിക്കുമാണ്. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ആരെയോ കൊണ്ടുവരുമ്പോൾ എനിക്കും കൂടി ഒരെണ്ണം എത്തിച്ചു തന്നു. അതിന് ശേഷം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 10 വർഷമായി കാണും. അന്ന് സാധാരണ ഐപാഡ് അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ചില മീറ്റിങ്ങിലൊക്കെ വെച്ച് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിനകത്ത് ഓരോന്ന് കാണുമ്പോൾ ആളുടെ ഒന്നിങ്ങനെ നോക്കുകയും അത് കൈ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ഒരു അത്ഭുതമായിരുന്നു. അതെനിക്ക് മമ്മൂട്ടി സാറാണ്. അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അത് പിന്നെ ക്യാമറയിലായത് കൊണ്ട് വേണമെങ്കിൽ കള്ളം പറയാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇല്ല. അതിന് കാരണം നമുക്ക് ഈ ഒരെണ്ണം കൊടുത്താൽ പുതിയത് കിട്ടുമല്ലോ, എക്സ്ചേഞ്ച് ചെയ്ത്. അതല്ലാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് വെച്ചുകൊണ്ടിരിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം ആദ്യത്തെ ഐപാഡ് പെട്ടതല്ലേ, കേരളത്തിൽ വന്ന കേരളത്തിലെ രണ്ടാമത്തെ ഐപാഡാണ് അത്. അദ്ദേഹമാണ് എനിക്ക് വാങ്ങിച്ചത്. അപ്പോൾ അദ്ദേഹം ടെക്നോളജിയിൽ എന്നും ഒരുപാട് താല്പര്യം കാണിക്കുന്ന ആളാണ്. അത് ക്യാമറയായാലും കമ്പ്യൂട്ടറായാലും ടെലിഫോണായാലും നമുക്കറിയാം, അങ്ങനെ തന്നെയാണല്ലോ. അത് അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളും തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇപ്പോൾ അഭിനയ കാര്യത്തിലൊന്നല്ല, എല്ലാ കാര്യത്തിലും വളരെ കൃത്യത വേണമെന്നുള്ളൊരു ആളാണ് മമ്മൂക്ക. പ്രിസൈസ് ഭയങ്കരമാണ് ആ കാര്യത്തിൽ. ഈ കണക്കിൻ്റെ കാര്യത്തിലും അത്തരം വേവലാതികളോ അത്തരം ടെൻഷനോ അദ്ദേഹത്തിനുള്ള ആളാണ്. അദ്ദേഹത്തിന് വേവലാതികൾ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് എനിക്കൊരു സ്വയം അലങ്കാരമായിട്ട് ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചിലപ്പോൾ സനൽകുമാർ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാവാം അദ്ദേഹത്തിനെന്നല്ല, നമ്മൾ ലാലേട്ടനായാലും ശരി, ചാക്കോച്ചനായാലും ശരി, മഞ്ജു വർക്കായാലും ശരി, സനലേട്ടൻ എന്ത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു, ഞാൻ അവരെന്തോ ഏട്ടാന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ അവർക്ക് അതിനപ്പുറം ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ഞാൻ വീണ്ടും എൻ്റെ പ്രൊഫഷണൽ എക്സലൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം. ആത്മാർത്ഥത എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ ഒരു മനുഷ്യന്. എൻ്റെ ആത്മാർത്ഥത ഞാൻ കൂട്ടണം, എൻ്റെ ലോയൽറ്റി കൂട്ടണം, എൻ്റെ ട്രസ്റ്റ് വർത്തിനെസ് കൂട്ടണം, എൻ്റെ എല്ലാം കൂട്ടണ്ടേ. അപ്പം ഞാനതനുസരിച്ച് പേടിയാണ് എനിക്ക്. അയ്യോ, അവരെന്നെ ഇത്രയും വിശ്വസിക്കുന്നു, ഞാൻ വീണ്ടും എങ്ങനെ അവർക്ക് കൂടുതൽ നല്ലവനാകാം, മിടുക്കനാകാം, സ്കിൽഡ് ആകാം, അവരുടെ കംപ്ലീറ്റ് വെൽത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ കെയർഫുൾ ആകുന്നു അറിയാതെ. അപ്പോൾ അതുകൊണ്ടൊരു അലങ്കാരം പോലെ ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിൻ്റെ പേരിൽ ഒരു കലഹം ഉണ്ടായിട്ടുണ്ട്? ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ലാലേട്ടനിലേക്ക് വരാം. ഈ സൗഹൃദം കൊണ്ടും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടനുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെ വരുന്നു? ലാലേട്ടനോട് അടുപ്പം വരുന്നത് വാസ്തവത്തിൽ ലാലേട്ടൻ്റെ അമ്മയുമായിട്ടാണ് എനിക്ക് ആദ്യത്തെ അടുപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണക്കാരൻ ഞാൻ ബാബു ചേട്ടൻ എന്ന് വിളിക്കുന്ന രാജീവ് നാഥാണ്, സംവിധായകൻ. അദ്ദേഹം ആ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അങ്ങനെ ബാബു ചേട്ടൻ ആണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സല്ലേ നമുക്കൊരു ആവശ്യമുണ്ട്, ഇങ്ങനെ പ്യാരിലാൽ, അത് ലാലേട്ടൻ്റെ ജ്യേഷ്ഠൻ, പ്യാരിലാലിന് ഒരു റിസോർട്ട് തുടങ്ങണം ശാസ്താംകോട്ട, ഒന്ന് സനിൽ കൂടെ ഒന്ന് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പബ്ലിക്കിൽ കുറച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം കുറച്ച് നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ മറ്റു ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഒരിക്കലും ഒരു നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളല്ല. അദ്ദേഹം മർച്ചൻ്റ് ഷിപ്പിലായിരുന്നു, അത് മർച്ചൻ്റ് നേവിയിലായിരുന്നു.
അതിനൊക്കെ മിടുക്കലായിരിക്കാം. പക്ഷേ ബിസിനസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ള ഉത്തമബോധം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഈ ബിസിനസ് എങ്ങനെ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോവും, ശാസ്താംകോട്ട അമ്പലത്തിൽ പോവും, അവിടെയുള്ള കുരങ്ങന്മാരെ കണ്ട് കൂടെ ഇരുന്ന് കപ്പലിൻ്റെ കൊടുത്ത് ഇതിനാണ് ഞാൻ പോകുന്നത്. ഈ തുടങ്ങിയാൽ ഇത് ഫെയിലിയർ ആവും, ഈ പ്രോപ്പർട്ടിയും പോവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലരും വിചാരിച്ചിരുന്നത് ഇനി ഏതോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇദ്ദേഹത്തെ കൊണ്ട് കുഴപ്പത്തിലാക്കാൻ പോവുകയാണ്. റിസോർട്ടൊക്കെ തുടങ്ങി KFCന്ന് ലോണൊക്കെ എടുത്ത് അങ്ങനെ വരുമല്ലോ. അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ട് തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് അവർക്കൊരു അത്ഭുതമായി തോന്നി. അതെന്താണ് കാര്യം? എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടാണ്. എൻ്റെ അടുത്ത് ബിസിനസ് വരുന്നവർ പിന്നെന്താ ഏറ്റു നാളെ മുതൽ പണിയും തുടങ്ങി ബില്ലടിച്ച് കൊടുക്കുന്നൊരു സ്വഭാവം എനിക്ക് അന്നുമില്ല, ഈ നിമിഷം വരെയില്ല. അതൊക്കെ ചിലപ്പോൾ സക്സസിൻ്റെ ഒരു റീസൺ ആയിരിക്കാം. അങ്ങനെ പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ജ്യേഷ്ഠനും അനുചരമായിട്ടുള്ളൊരു ബന്ധം വന്നു. അങ്ങനെ പോയി ഇരുന്ന് ഒരിക്കൽ ഞാൻ എയർപോർട്ടിൽ മറ്റെന്തോ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ലാലേട്ടൻ്റെ അമ്മ അവിടെ കാറിനകത്തിരിക്കുന്നു. എനിക്കത് അറിയില്ല. ഞാൻ ഈ പാരിച്ചേട്ടനുമായിട്ട് ശാസ്താംകോട്ട പോകുന്നത് വീട്ടിലെ കാറിലാണ്. അപ്പോൾ ഷൺമുഖം എന്ന് ഉള്ള ആൾ, ഷമ്മു എന്ന് ഞങ്ങൾ വിളിക്കുന്ന, ഷമ്മു എന്നാണ് വിളിക്കുന്നതെങ്കിലും നമ്മളെ കല്ലൊക്കെ പ്രായം കൂടിയ അദ്ദേഹം ലാലു കുഞ്ഞ്, പ്യാരിക്കുഞ്ഞ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കുടുംബമായിട്ടുള്ള ബന്ധം ഓർക്കണം. അദ്ദേഹം ഷമ്മുവാണ് എന്നെയും പാരിച്ചേട്ടനെയും കൊണ്ടുപോകും. ഷമ്മുവിന് എന്നെ നല്ലപോലെ അറിയാമല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് ഓടിക്കൊണ്ട് കുഞ്ഞ് എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരാളെ യാത്ര അയക്കാൻ വന്നു. അയ്യോ പിന്നെ ലാലു കുഞ്ഞിൻ്റെ അമ്മ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് നേരെ കൊണ്ട് അന്ന് അമ്മയെ ഞാൻ പരിചയപ്പെടുന്നു. അമ്മ കാറിനകത്തിരിക്കുന്നു. ഞാൻ പുറത്ത് നമസ്തയൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് വരണമെന്ന് പറയുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നോട് വേറൊരു ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അമ്മ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നുണ്ടാവാം. ഏതാ, ഈ മോനാണ് എൻ്റെ മോനെ ഇപ്പോൾ കുഴപ്പത്തിലേക്ക് ചാടാതെ പിടിച്ചു നിർത്തുന്ന ആൾ. അപ്പോൾ ഇയാൾ വെറും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല, ഒരു മനുഷ്യനാണെന്നുള്ള ബോധം ഉണ്ടാകാം. അങ്ങനെ തുടങ്ങിയ ഒരു ഗാഠമായ ബന്ധം ഞാനും അമ്മയും തമ്മിൽ. അപ്പോഴും ലാലേട്ടനെ ഞാൻ നേരെയൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് രക്തസാക്ഷികൾ സിന്ദാബാദ്, നരസിംഹമല്ല 6-ാം തമ്പുരാൻ്റെയൊക്കെ ലൊക്കേഷനിൽ സുരേഷ് കുമാറിൻ്റെ ഒക്കെ ഓഡിറ്റ് ഞാനാണ് ചെയ്യുന്നത്. അന്നത്തെ സൂര്യോദയ ക്രിയേഷൻസ് രേവതി കലാമന്ദിറിൽ അതിന് മുമ്പുള്ള കാലഘട്ടം. അങ്ങനെ അവരുടെ കൂടെയൊക്കെ പോവും. രാജീവ് അഞ്ചൽ, GS വിജയൻ, ആ പോക്കിൽ ഉള്ള കാണലും എന്നെ അറിയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ വലിയൊരു ബന്ധവും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് പാരിച്ചേട്ടൻ മരിക്കുന്നു. മരണത്തിന് ഞാൻ അവിടെ പോയി. എൻ്റെ ഉള്ളിലെ വേദനയൊക്കെ ഇങ്ങനെ കടിച്ചിറങ്ങി ഞാൻ കുറച്ച് മാറി നിന്നിങ്ങനെ എത്രയോ മണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആൻ്റണി വന്നു. എനിക്കെന്നാൽ ആൻ്റണി അറിയില്ല. ആൻ്റണി വന്നിട്ട് പറഞ്ഞു സലൻ സാറല്ലേ എന്ന് ചോദിച്ചു. അതെ, അത് ലാൽ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് റൂമിൽ ഉള്ളിൽ പ്രിയദർശൻ, ലാൽ സാറ്, അശോക് കുമാർ, സുരേഷ് കുമാർ, ആൻ്റണി, അങ്ങനെ അവരെല്ലാം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് ആരോ അറിഞ്ഞിട്ടായിരിക്കും ഒന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എപ്പോഴും വീണ്ടും ഞാൻ ബഹുമാനത്തോടെ കാണേണ്ട ആളല്ലേ. ഇന്നും അതെ, നേരത്തെ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്നും എൻ്റെ മൊബൈൽ പേര് തെളിയുമ്പോൾ ഞാൻ അങ്ങേറ്റത്തെ സ്നേഹവും ആദരവും കൂടി കാണുന്ന ആളാണ്. ഞാൻ ഒന്ന് അവിടെ ഇരുന്നു, ഇങ്ങോട്ടിരിക്കുന്നുണ്ട് പിടിച്ച് അടുത്തോട്ടിരുത്തി തോളിൽ കൈയിട്ട് നമ്മളിങ്ങനെ ബോഡിയിലേക്ക് പിടിച്ച് അടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു വേറൊരു എലമെൻ്റ് ഓഫ് സൗഹൃദമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും. അന്നും തിരിച്ചറിയും. നമുക്കങ്ങനെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ പിടിച്ച് കൈയൊന്നും പിടിച്ച് അടുത്ത് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഇരുന്ന് 2-3 മണിക്കൂർ. പിന്നെ ആ ബന്ധം വളർന്ന് ഞാൻ കുടുംബത്തിലെ, അപ്പോൾ ലാലേട്ടന് ഷൂട്ടിയോട്ട് പോകണ്ടേ, അമ്മയും അച്ഛനും, ഞാനാണ് ആ കുടുംബത്തിലൊരു മകനായി മാറിയത്. അതിങ്ങനെ ബർത്ത്ഡേക്കും അങ്ങനെ പോയി. അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ ചെന്നല്ലേ അമ്മ ഭക്ഷണം കഴിക്കൂ, എനിക്കൊരു ഉരുള ഉരുട്ടിത്തരണം. അങ്ങനത്തെ ഒരു വേറൊരു ലെവൽ ഓഫ് ബന്ധം ഇവിടെ വന്നു. അവിടെ ഈ പറഞ്ഞ ലാൽ സാറിൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കി തുടങ്ങി. അതിന് ഉത്തരവാദി 2 പേരാണ്. ഒന്ന് അവിടെ നിൽക്കുന്ന സുഖുവേട്ടൻ പറഞ്ഞല്ലോ, സൽകുമാറാണ് നല്ലതെന്ന് പറയുന്നു. ഇതിന് ഇൻസ്ട്രുമെൻ്റലായിട്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അശോക് കുമാർ. അതായത് രാജീവ് നാഥിൻ്റെ അനുജൻ.
അശോക് കുമാറാണ് സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്, എനിക്ക് ഉറപ്പാണ്. കാരണം അശോക് കുമാറിൻ്റെ ഗ്രാൻഡ് മോട്ടോഴ്സ് എന്നുള്ളതിൻ്റെ കണക്കൊക്കെ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാം. നല്ല ആളാണെന്നും എടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രാജീവ് നാഥുമായിട്ടുള്ള കുടുംബത്തിൻ്റെ ബന്ധം അശോക് കുമാറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് ഞാൻ സധൈര്യം പറയും. അങ്ങനെയായിരിക്കാം അതിലേക്ക് എൻ്ററാവുന്നു. അതിലേക്ക് അവിടുന്ന് മാറുന്നു ആ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട്. ഈ പറഞ്ഞ പോലെ അമ്മയായിട്ടൊരു സൗഹൃദം. അമ്മയും വളരെ കരുതലുള്ള ഒരു അമ്മയാണ്, സ്നേഹമതിയായ. ചെറിയ സ്നേഹമെന്നല്ല, കാരണം അച്ഛൻ പെട്ടെന്ന് രാത്രി വീഴുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മമ്മൂട്ടി സാറിൻ്റെ മമ്മൂട്ടി സാർ അന്ന് പങ്കജിൽ താമസിക്കുകയാണ്, 501 തോന്നുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നൊരു സിനിമയുടെ ആഘോഷമുണ്ട്, നിങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു. എന്നെ അവിടെ വിളിച്ചിരുത്തുകയാണ്. എൻ്റെ അത്ര ഇഷ്ടമാണ്. അതൊരു അറിയില്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടല്ല ഞാൻ ആ സമയത്ത്. ഞാൻ വേറൊരു ബന്ധമായി കഴിഞ്ഞു. മീശമാധവൻ്റെ ആഘോഷം. മീശമാധവനിലെ ആരും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരേണ്ട ഒരു കാര്യമില്ല, അത് വരാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാനവിടെ ചെന്ന് ഇരുന്ന് ഈ തുടങ്ങാൻ ലേറ്റായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അമ്മ വിളിക്കുന്നു, മോനെ അച്ഛൻ വീണു. ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ എവിടെയാണ്? ഞാൻ തിരുമല കൃഷ്ണ നഴ്സിംഗ് ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടുന്ന് ഇറങ്ങി അങ്ങ് ഓടി പുറത്തു വന്ന ജോർജിനോട് പറഞ്ഞു, ജോർജ് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ നിന്നാൽ ഒരു ചർച്ചയായി മാറും. അതുകൊണ്ട് മമ്മൂട്ടി സാർ ചോദിക്കുമ്പോൾ, ജോർജ് എന്തെങ്കിലും ഒഴിവഴിയോ അങ്ങ് പറയൂ, എനിക്കൊരു അത്യാവശ്യം വന്നു എന്നോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടുകയാണ്. ഞാൻ ഓടി ചെന്നപ്പോൾ അച്ഛൻ അവിടെ കൃഷ്ണ നഴ്സിംഗ് ഹോം തിരുവല്ലയിൽ നിന്ന് ഇറങ്ങിയിട്ട് എസ്യൂട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ നിന്ന് ഞാൻ എൻ്റെ മടിയിലും അമ്മയുടെ മടിയിലും നിന്നിട്ട് ആണ് അവിടെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ കഴിഞ്ഞ് പിന്നെ ബ്രെയിൻ സർജറിയൊക്കെ മാറിയല്ലോ. അപ്പോൾ ആ സമയം മുതൽ ഞാനവിടെ എത്തുന്നു. ലാലേട്ടൻ രാത്രി തിരിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ നോക്കിയാൽ മമ്മൂട്ടി സാറിൻ്റെ ഒരു 18 കോളുണ്ട്. അപ്പോൾ എനിക്ക് ഇത് എന്ത് പറവെന്ന് പറഞ്ഞില്ല. കാരണം ദേഷ്യമാവില്ല ഒരാൾക്ക്. ഒരു യാത്രയെങ്കിലും പറയണ്ടേ, ഒരു സാമാന്യ മര്യാദയല്ലേ. ഒരാൾ പോകുമ്പോൾ എവിടെ പോകണമെന്ന് പറയണ്ട, ഞാൻ പോകുന്നു എന്നെങ്കിലും പറയണ്ടേ. പക്ഷെ എന്നെ മനസ്സിൽ ഞാൻ എന്ത് പറയും അവിടെ? മമ്മൂട്ടി സാറിൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്, പിന്നെ സക്കറിയ ഉണ്ട്, ഇസ്മായിൽ കുട്ടിയുണ്ട്, പിന്നെ വേറെ കുറേ പേരുണ്ട്. ഞാൻ എന്ത് പറയും അവിടെ ചെന്നാൽ? പറഞ്ഞ് ഇതൊരു ചർച്ചയാവില്ലേ? ഞാൻ എന്താ പറയേണ്ടത്? മോഹൻലാലിൻ്റെ അച്ഛൻ വീണു, പിന്നെ ഇതൊരു വാർത്ത. അപ്പം ഞാൻ താല്പര്യമുള്ള ആളല്ല. ഞാൻ കഴിയുന്നത് ഞാൻ എന്നിലേക്ക് തന്നെ എല്ലാം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് അന്നും എന്നും. അതൊരു കോൺഫിഡൻഷ്യൽ കാര്യം ആണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അത് ഞാൻ എന്തിനാ പറയുന്നത് എന്നുള്ള വിഷയമാണ്. അങ്ങനെ ഞാൻ രാത്രി ആയപ്പോൾ ലാലേട്ടൻ്റെ മിസ്റ്റർ ബ്രഹ്മചാരി എന്നുള്ള ഷൂട്ടിംഗ് നടക്കുകയാണ് ചെങ്കോട്ട ഭാഗത്ത് എവിടെയാണ്. അവിടെ നിന്ന് അദ്ദേഹം രാത്രി വരുന്നു. ബൈ ദ ടൈം സർജറി റൂമിൽ കയറ്റി കഴിഞ്ഞു. താഴെ ഒരു 10,000 ആളുകളുണ്ട്. മുകളിൽ അമ്മയും ഞാനും ബാക്കി എല്ലാവരും ലാലേട്ടൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണല്ലോ. അങ്ങനെ വന്നു. അങ്ങനെ 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഷൂട്ടിംഗ് നടക്കുന്ന അരോമണി സാറിൻ്റെ പടമാണ്. ഈ ഷൂട്ടിംഗ് മുടങ്ങിയാൽ എത്ര പൈസ അവർക്ക് നഷ്ടം വരും. അവിടെ ഒരു കാര്യം ചെയ്യണം, ഷൂട്ടിങ്ങിന് പോകണം, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ പറയുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അതായിരിക്കും എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അത് എൻ്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ 28 ദിവസം ഞാനാണ് കൂട്ടുകിടക്കുന്നത് അമ്മയ്ക്ക്. ആദ്യം സർജറി ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സർജറി വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ICU ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അമ്മ റൂമിൽ കിടന്നു 28 ദിവസം. ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി പല്ലൊക്കെ തേച്ച് പിടിച്ച് ഓഫീസ് വരും. പകൽ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഡ്രസ്സ് കൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഞാൻ 28 ദിവസം അവിടെ ഞാൻ കൂട്ടുകിടന്നു. ലാലേട്ടൻ ഷൂട്ടിനും പോയി. 2-3 ദിവസം കൂടുമ്പോൾ വരും. രാത്രി അവിടെ കൂടെ നിൽക്കും, പോവും. അപ്പോൾ അച്ഛൻ, അമ്മ, ലാലേട്ടൻ, ഞാൻ. അങ്ങനെയായി ആ ഹോസ്പിറ്റൽ റൂമോ ഹോസ്പിറ്റലിൻ്റെ വാർഡോ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കുടുംബമായി മാറിയില്ലേ. അതൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഈ സ്നേഹത്തിലും അടുപ്പത്തിലും നമ്മൾ ഓർക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ ഇതിനുള്ളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ടല്ലേ തീരുള്ളൂ. കാരണം മറ്റേ സസ്പെൻസ് നിർത്തിയിരിക്കുകയാണല്ലോ മമ്മൂട്ടി സാറിൻ്റെ കഥ. 10-15 പ്രാവശ്യം വിളിച്ചല്ലോ. രാത്രി ഞാൻ എന്നെ പറയും എന്നുള്ള പേടിച്ചിട്ടാണല്ലോ ഞാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ നോട്ടിക ലാലിൻ്റെ അച്ഛൻ എന്തോന്നൊരു ചെറിയൊരു ഇത് വന്നു. എന്ത് പറ്റി? നിങ്ങൾ പറയാതെ പോകുന്നത് ഞാൻ കൂടെ വരില്ലായിരുന്നോ? ഇതാണ് ഞാൻ പറയാത്തത്. ഞാൻ പറയാത്ത ഇതാണ് റീസൺ. ഞാൻ കൂടി വരും. അവിടെ ഒരു ആഘോഷത്തിന് പോകണം. അപ്പോൾ ഈ ആഘോഷത്തിന് കനകുന്ന് പാരസംഗാനമായിരിക്കാം. അവിടെ ഒരു 5000 ആൾ എടുത്ത് ഉത്തരം പറയണ്ടേ? ഇതെല്ലാവരും അറിയും. ഇതൊരു വേറൊരു ലെവലാവും. ന്യൂസ് ഇല്ലാത്ത ന്യൂസ് വരും, വലിയ പ്രശ്നമാവും.
ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോർജിനോട് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ, കാര്യം പറഞ്ഞില്ല, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ ഓർക്കുന്നത് അമ്മ എന്നെയാണ് ആദ്യം വിളിക്കുന്നത്, അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ഗാഢതയുണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അവൻ വേണ്ട, ഞാൻ പറഞ്ഞിങ്ങനെ ലാലു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല, സർജറിയിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ഇസ്മായിൽ സഹോദരൻ പിന്നെ സക്കറിയ അവർ 3 പേരുമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന്, ഞാൻ ലിഫ്റ്റൊക്കെ എനിക്ക് ഓർമ്മ ലിഫ്റ്റൊക്കെ പിടിച്ച് താഴെ ഇട്ട്, ഇത് ആര് വരുമെന്ന് പറയാൻ പറ്റില്ല, പിന്നെ അത് ചർച്ചയാവുമല്ലോ, സെക്യൂരിറ്റിയൊക്കെ സുഖപ്പെട്ട് ഞാൻ ഒരു അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നിർത്തി അവർ രാവിലെ കൊണ്ടുപോയി. അന്ന് ഇപ്പോൾ ലാൽ സാറുണ്ട് അവിടെ, കാരണം അദ്ദേഹം സർജറിയിലല്ലേ. അങ്ങനെ കണ്ടിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു ഓഡിറ്ററിൽ ഉപരി ഒരു ആത്മബന്ധത്തിലേക്ക് ബന്ധത്തിലേക്ക് വന്നതെന്നെ വിശ്വാസം. അമ്മയെ കാണാറുണ്ടോ എവിടേക്കെങ്കിലും പോയി? എപ്പോൾ കൊച്ചി പോയാലും കാണും, ചെല്ലും. ഞാൻ കുറേ സമയം ഇരുന്ന് പാട്ട് പാടും. കാരണം നേരത്തെ അങ്ങനെയായിരുന്നു. ബർത്ത്ഡേക്കൊക്കെ പിൽക്കാലത്ത് അച്ഛൻ്റെയും മരണത്തിന് ശേഷവും ബർത്ത്ഡേ അല്ല, ആഴ്ചയിൽ 2 ദിവസം ഞാൻ അവിടെ ചെല്ലണം. എനിക്ക് ആവശ്യമുള്ള ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും. ഞാൻ ചെന്നാൽ ലേറ്റായാലും കഴിക്കില്ല, ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കില്ല, ചെന്നിട്ടേ കഴിക്കുകയുള്ളൂ. എനിക്കിഷ്ടമുള്ള കപ്പലിന് മുട്ടായി വരെ വാങ്ങിച്ചു വയ്ക്കും, ഡെസേർട്ടായിട്ട്. ഇതെല്ലാം വാങ്ങിച്ചവിടെ വെക്കും, കൂടെ ഇരുന്ന് വിളമ്പെടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച്. ഞാൻ അപ്പോഴും പാട്ടൊക്കെ പാടും, കുറേ പാട്ടിലൊക്കെ പാടും. ഇപ്പോഴും ഞാൻ ചെന്നാൽ പ്രധാനമായിട്ട് എൻ്റെ പണി പാട്ട് പാടുക. പാട്ട് പാടുമ്പോൾ കൂടെ താളം തട്ടി പാട്ട് പാടും, ആ ലൈൻസ് ഇങ്ങനെ ഓർത്ത് പറയും. ലാൽ സാറും പറയുന്നു, ധാരാ വന്ന് നോക്കിയേ, ഇപ്പോൾ പാട്ട് കേൾക്കാമല്ലോ എന്ന് പറയും. ഞാൻ ചെന്നിട്ട് പഴയ അഷ്ടമുടി കായലിലെ എന്നുള്ള പാട്ടൊക്കെ പാടി. അങ്ങനെ അതൊരു, പിന്നെ ഞാൻ ഒരുപാട് നിൽക്കാറില്ല, കാരണം നമുക്കൊരു വിഷമമാണല്ലോ, നമുക്കിങ്ങനെ ഇത്ര സ്നേഹമായിട്ട് ഇരുന്നൊരാൾ. ഞാൻ ഇന്നും അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന മാല ഇന്ന് വരെ ഞാൻ ഊരിയിട്ടില്ല. അമ്മ എനിക്ക് തന്നാണ് രക്തേന്ദ്രത്തിലുണ്ടാക്കിയത്. ഒരു ബർത്ത്ഡേക്കാണോ? ബർത്ത്ഡേക്കല്ല, ഞാൻ ഒരു കാര്യമില്ലാതെ ഒരു രുദ്രാക്ഷം ഇട്ടുകൊണ്ടുപോയി. നമുക്ക് ചില അറിവില്ലായ്മ ഉണ്ടല്ലോ, എവിടുന്നോ വെച്ച് കള്ള രുദ്രാക്ഷമായിരിക്കും. ഇത് കണ്ടു, ഇതെന്തോന്നാ, നമ്മൾ രുദ്രാക്ഷം ഒറ്റപ്പിടി പൊട്ടിച്ചു കളഞ്ഞു. രുദ്രാക്ഷം ഇടാൻ പറ്റിയ പ്രായം ഞാൻ അപ്പോൾ തന്നെ പൊട്ടി. അപ്പോൾ തന്നെ കള്ള ഉത്സവപ്പറമ്പിൽ കിട്ടിയ രുദ്രാക്ഷം ആയിരിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിത് അറിയില്ല. അത് അല്ലല്ല, രുദ്രാക്ഷം ഇടുന്നൊരു പ്രായമുണ്ട്, അതിനും പ്രായത്തിന് മുമ്പ് രുദ്രാക്ഷം ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ പാഷനിലാണ് കുറച്ച് കിട്ടുക കേട്ടോ, സത്യം പറയാം, ഭക്തി കൊണ്ടല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ മേശപ്പുറത്ത് സാധനമുണ്ട് എടുക്ക് എന്ന് പറഞ്ഞു. അതൊരു സ്നേഹത്തിൻ്റെ ഒരു ഡ്രാമയുണ്ടല്ലോ. ഞാൻ എടുത്ത് നോക്കിയാൽ ഭീമയുടെ ഒരു കവർ, അതിനകത്ത് ഈ ഒരു മാല. ഞാൻ പറഞ്ഞു, ഇത് രുദ്രാക്ഷമല്ലേ? ഇത് രുദ്രാക്ഷമൊന്നുമല്ല, ഇത് രക്തചന്ദനമാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ അത് പൊട്ടി കളഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭീമയിൽ പറഞ്ഞ രക്തചന്ദനത്തിൻ്റെ ഒരു മാല ഉണ്ടാക്കി തന്നു. ഇത് എനിക്കൊന്നൊരു എങ്ങനെ പോലും ഒരു 16 വർഷം കൊണ്ടുപോകും ഞാൻ എന്നും ഈ മാല ഇടും. ഇത് ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോഴേ ലാലേട്ടനും അറിയുള്ളൂ ഇത്. ഈ മാല ഞാൻ എന്ന് വിടുന്ന മാലയാണ്, അദ്ദേഹത്തിന് പോലും അറിയില്ല. അത് ഇപ്പം അറിയാതെ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അമ്മ അങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ എനിക്ക് അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ ചിലപ്പോൾ പറയാഞ്ഞാൽ തീരില്ല, അത്രമാത്രം ഇൻട്രാക്ഷൻസ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് പോയാൽ എൻ്റെ വായിൽ ചോറുള്ള വെച്ചുള്ള അമ്മ കഴിക്കില്ല. അമ്മയുടെ ബർത്ത്ഡേക്ക് പോയാൽ, എൻ്റെ ബർത്ത്ഡേ ഞാൻ പറയാറില്ല, എനിക്ക് ആദ്യം ഒരു തരണം ഞാൻ അമ്മയ്ക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ലാലേട്ടനുമായിട്ടൊരു 30 വർഷത്തിന് മേലുള്ള സൗഹൃദം ഉണ്ടല്ലേ? 30 അതെ. ഈ 3 പതിറ്റാണ്ട് കാലവും ഒരു സൗഹൃദം ഇങ്ങനെ നിൽക്കുക, അതിൻ്റെ തെളിമയോട് നിൽക്കുക, അതിപ്പോഴും അതിനെ ഏതൊരു സ്ഥലത്തും ഒരു തൊടാൻ പാകത്തിൽ നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇത് തന്നെയാണ് അല്ലേ? പക്ഷേ ഈ സൗഹൃദങ്ങളിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ മാറ്റി നിർത്തിയാൽ ഒരു സൗഹൃദങ്ങളിൽ ഈ ലാൽ എങ്ങനെയാണ് വിഭിന്നനാകുന്നത്, എങ്ങനെ വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഒരു സനൽകുമാറിനോട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആൻ്റണി പെരുമാറിനോട് മാത്രമല്ല, ഒരു സുരേഷിനോട് മാത്രമല്ല, എല്ലാവരെയും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാണ്. സുഹൃത്തുക്കളുടെ ബഹളമാണ് അദ്ദേഹത്തിന്, എവിടെ ചെന്നാലും സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ആ ആത്മാവിൻ്റെ ഗുണമാണ്. ഞാൻ പലപ്പോഴും ലാലേട്ടനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, റിഫൈൻഡ് സോൾ എന്നാണ് പറയുന്നത്. അത് കറകളഞ്ഞ ആത്മാവ്. പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യമുള്ള കാര്യം വിടും, ഒരു സന്യാസ യോഗമെന്ന്. ചിലപ്പോൾ അദ്ദേഹം പോലും ചീത്ത പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. എനിക്ക് സന്യാസ യോഗം നിങ്ങളുടെ തരാൻ പറഞ്ഞതല്ലേ. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്താ റീസൺ വെച്ചാൽ സന്യാസിയാകുമെന്നല്ല ഉദ്ദേശിച്ചത്. അതായത് ശുദ്ധത. ഒരു സിനിമ ഓടിയാൽ
15 മിനിറ്റ് ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. ഒരു സിനിമ പരാജയപ്പെട്ടാൽ 15 മിനിറ്റ് ഉണ്ടാകുന്ന വിഷമം, പിന്നെ അതിലേക്കില്ല. എൻ്റെ ജോലി ഞാൻ ചെയ്തല്ലോ, സക്സസ് ആകുക എന്നുള്ളത് എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ. ഫെയിലിയർ ആയാൽ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വം. അതിന് ഞാനെന്തിനാണ് അത് ഓവറായിട്ട് അതിൽ കിടന്ന് മുങ്ങിത്തപ്പുന്നത് എന്നുള്ളൊരു. അത് ഇർഫാൻ സോളാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് അദ്ദേഹത്തോടൊപ്പം യാത്രകൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും അമ്പലങ്ങൾ ഒക്കെ ആയിട്ടാണ് ഒരുപാട് യാത്രകൾ, പുറത്തുള്ള വിദേശ യാത്രകൾ എണ്ണമറ്റതുണ്ട്. യാത്രകളിൽ ഏതെങ്കിലും മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവം? എല്ലാ യാത്രകളും മറക്കാനാവാത്തതെന്ന് ഞാൻ പറയുന്നതാണ് ശരി. കാരണം ഭൂട്ടാനിൽ ഞങ്ങൾ പോയി, മൊണാസ്ട്രിയിലൊക്കെ നടന്ന് കയറി. എനിക്ക് നടന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹം ഒരു കമ്പം പിടിച്ച് അങ്ങനെ സ്പീഡിൽ പോയിട്ട് പിന്നെ നാണക്കേട് കൊണ്ടാണ് ഞാൻ കൂടെ ഓടി കയറുന്നത്. എത്രയോ കിലോമീറ്റർ നടന്ന് കയറി, റോഡിലൂടെ നടന്ന്. പഴനി അമ്പലത്തിൽ പോയി, ഗുരുവായൂർ, പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല, ഏറ്റവും ചെറിയൊരു ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അടുത്ത കാലത്ത്. അവിടെ ആരുമില്ല, ഞങ്ങളോട് മാത്രം നേരത്തെ പറഞ്ഞു വെച്ചിട്ട്. ആര് വരുന്നു അവരോട് പറഞ്ഞില്ല. അമ്പലം തുറന്നപ്പോൾ ഞങ്ങളവിടെ നിന്നു. ആറന്മുള ഭഗവാനെ കാണാൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബക്ഷേത്രം ആയ അച്ചൻകോവിൽ അമ്പലത്തിൽ 2 പ്രാവശ്യം പോയി. ഇപ്പോഴും അടുത്ത ട്രിപ്പ് പഴനി പോകണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു റിയലൈസേഷൻ ഒരിക്കലും ഉണ്ടായി, ഒരു ചർച്ച. അദ്ദേഹം എന്നോട് പറഞ്ഞത് നരസിംഹം, ആ പാട്ട്, മുരുകൻ്റെ പാട്ട്, നരൻ, ആ മുരുകൻ്റെ പാട്ട്, പുലി മുരുകൻ്റെ പേര് തന്നെ അങ്ങനെ. ഇപ്പോൾ തുടരും ഷൺമുഖം. അദ്ദേഹത്തിന് ചിന്ത കറക്റ്റായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ അദ്ദേഹം പോലും അറിയാതെ മുരുകൻ എന്നുള്ള ഭഗവാൻ അദ്ദേഹത്തിന് അനുഗ്രഹം വർഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ തുടരും എന്നുള്ള സിനിമയുടെ റിലീസ് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, നമുക്ക് അടുത്ത പഴനി പോകാൻ സമയമായി. ഈ സിനിമയിൽ എൻഡിൽ അദ്ദേഹം മുരുകാന്നൊരു വിളി വിളിക്കുന്നുണ്ട്. ശരിക്കും സ്ക്രിപ്റ്റിലുള്ളതല്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അത് അദ്ദേഹം വിളിച്ചതാണ് എന്നുള്ളതാണ്. അല്ലേ? അതെ, എൻ്റെ അടുത്ത് അത് ചിപ്പി രഞ്ജിത്തും പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഈ 37 പേര് പറഞ്ഞല്ലോ, അതല്ലാതെ പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എഗെയിൻ എൻ്റെ ഒരു അനുജനാണ്. അത്ര സ്നേഹവും ബന്ധവും ഗാഠതയുമുള്ളൊരു റിലേഷൻഷിപ്പുണ്ട്. പിന്നെ നമ്മൾ സിനിമാ നടന്മാരിലേക്ക് ഫോക്കസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള തൽക്കാലം ഞാൻ മിണ്ടാണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതും അതെ, ഒരു സ്റ്റണ്ട് തുടങ്ങാൻ സമയത്തും ഇങ്ങനെ കുനിഞ്ഞ് മുട്ടോത്ത് നിന്നിട്ട് ഇങ്ങനെ മാല ഇങ്ങനെ മുന്നിലേക്ക് വരുമാതിരി പിടിച്ചിട്ട് മുരുക എന്ന് പറഞ്ഞിട്ട് ആണ് അദ്ദേഹം സ്റ്റണ്ടിൽ നടക്കുന്നത്. കാരണം അദ്ദേഹം കണ്ട ഫൈറ്റ് മാസ്റ്റേഴ്സൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കിടന്നു. അപ്പോൾ മുരുകൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കിയിരിക്കും. അദ്ദേഹം നല്ല ഫുഡിയാണ്, നല്ല ആഹാരം. യാത്രകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആഹാരശീലങ്ങളെ തൊട്ടറിഞ്ഞ ആളായിരിക്കണം. തൊട്ടറിഞ്ഞിട്ടൊന്ന് മാത്രമല്ല, നല്ല ആഹാരം ഉണ്ടാക്കും. ജാപ്പനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുക, അതിനു വേണ്ടി കിച്ചൺ പണിയുക. അത് ഗംഭീര ഫുഡ് ഉണ്ടാക്കും, ഗംഭീര ഫുഡ്. അത് എങ്ങനെയാണത് പഠിച്ചതും ചെയ്യുന്നതല്ലോ, അതിനുള്ള സമയമില്ലല്ലോ. അതൊരു കുറച്ച് സ്വായത്തമാകുകയോ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറയുന്നതോ ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയാൽ വളരെ രസമാണ്. കാര്യം മിണ്ടാണ്ടിരുന്നാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് കൊണ്ട് വെച്ചോളൂ. ഞാൻ സീബാസ് എന്നുള്ളൊരു ഫിഷിൻ്റെ പേര് അദ്ദേഹത്തിന് ആദ്യം കേൾക്കുന്നത് എത്രയോ വർഷം മുമ്പ്. സീബാസ് എനിക്കറിയില്ല, അന്നത് ഇമ്പോർട്ട് ചെയ്ത ഫുഡാണ്. ഫുഡ് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു 3-4 മാസം മുമ്പാണെന്ന് തോന്നുന്നു, മമ്മൂട്ടി സാറ്, ഞാൻ ഭാബി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ, ലാൽ സാറ് സുജി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ 5 പേരും കൂടി ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നല്ല ഭംഗിയായി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച്, അവരാരും ഇല്ലാതെ. അതൊരു വലിയൊരു പ്രൈവറ്റ് മൊമെൻ്റാണ്. ചിലപ്പോൾ എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു സിനിമാക്കാർക്ക് പോലും അങ്ങനെ ഒരു ഇങ്ങനത്തെ ക്ലോസ് അവസ്ഥ ഒന്നും കിട്ടിക്കാണില്ല. ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂട്ടി സാറിൻ്റെ കൂടെയും, അല്ലെങ്കിൽ മമ്മൂട്ടി സാറിൻ്റെ കൂടെയും ലാൽ സാറിൻ്റെ കൂടെയും, അല്ലെങ്കിൽ രണ്ടുപേരെയും വേറെ ഇഷ്ടംപോലെ ഭക്ഷണവും സൗഹൃദമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ രണ്ടുപേരുടെയും ഫാമിലിയുമായിട്ടിരുന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ച ഒരു പ്രൈവറ്റ് ഡൈനിങ് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിൻ്റെ ഒരു ചിത്രം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം കഴിക്കുന്നില്ല, അവരായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ്. നല്ല ഫോട്ടോ. റീസൺലി നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നൊരു വിവാദം കത്തിപ്പെട്ടിരുന്നു. അത് കുറച്ചധികം വിമർശനങ്ങളൊക്കെ, ആ വിമർശനങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചായിട്ട് അറിയാം.